എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. ഹാപ്പി സൺഡേ. സൺഡേ ആയിട്ട് ഞങ്ങള് കാപ്പി കുടിക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയോ? എന്താണ് ധനുഷ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? അതിന്റെ ഇഡ്ഡലി വേണ്ടേ? ഇഡ്ഡലി ചട്നി മെനുവല്ല പോയി പാഴ്പേ. ഇല്ല ഫോളോ ചെയ്യണം. അടുത്ത ആഴ്ച തൊട്ട് ഫോളോ ചെയ്യും ഞാൻ. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിന് ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു മെനു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാ ധനുഷ് പറയുന്നത്. അത് കുറച്ചു നാളൊക്കെ അത് ഫോളോ ചെയ്ത് പിന്നീട് അത് ഫോളോ ചെയ്തില്ല. അതാ ധനുഷ് പറയുന്നത് ഫോളോ ചെയ്തില്ല അല്ലേ? കഴിച്ചോ കഴിച്ചു. खाओ जी खाओ. नहीं എടാ ഇത് ഒരെണ്ണം എന്താ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, കഴിച്ചോളാം. ഞാൻ ഇതൊരെണ്ണം കഴിച്ചാലേ എനിക്കത് ഉണ്ടാക്കി കഴിച്ചാലേ പറ്റൂ. കോഫി കുടിക്കാൻ വരൂ ഗൈസ്, കോഫി കുടിക്കാൻ വരൂ. എന്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ വകയായിട്ട് ഇഡ്ഡലിയും ചട്നിയും കോഫിയും തരുന്നതായിരിക്കും. എല്ലാവരും പക്ഷെ എന്റെ വീട്ടിൽ വരണം. എല്ലാവരും വന്നോളൂ. ഞാൻ കോഫിയും എന്താ വേണമെന്ന് വെച്ചാൽ ഉണ്ടാക്കി തരാം. കോഫിയൊന്നും അല്ല കേട്ടോ, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാം. ലോണാവാലയിൽ കറക്കാൻ കൊണ്ടുപോവാം. നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാം. പാനിപൂരി, വേൽപൂരി, സേവ് പൂരി, റഗഡ പെട്ടീസ്, അങ്ങനെയുള്ള ചാട്ട് ഐറ്റംസ് എല്ലാം കഴിക്കാം. നോർത്ത് ഇന്ത്യനിലല്ല താമസിക്കുന്നത്, വെസ്റ്റ് ഇന്ത്യയിലാ താമസിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസ് ഇന്ന് യോഗ ഇല്ല. എനിക്ക് ചട്നി വേണം. ചട്നി കോരി കുടിക്കുവാ. ഇത്രയും ചട്നി ഉണ്ടോ? നീ ഇതിനകത്ത് ഒരു പാത്രം ചട്നി ഉണ്ടായിരുന്നു, അത് ഒരു പാത്രം നീ തീർത്തു. ചട്നി കോരി കുടിക്കാൻ വേണം, എന്നാലേ അവനൊരു സമാധാനമുള്ളൂ. എന്തായാലും കടലക്കറി ആയാലും സാമ്പാർ ആയാലും ഇഡ്ഡലി ആയാലും ദോശ ആയാലും അതിന്റെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ വേണം. അതാണ് ധനുഷ്. ഇന്ന് വൈകുന്നേരത്ത് അമ്പലത്തില് പ്രോഗ്രാം ഉണ്ട്. ഇന്ന് അമ്പലത്തില് ഇതാണ് വിഗ്രഹ പൂജയും പ്രതിഷ്ഠാ ദിനമുണ്ട്. അപ്പൊ അതിന് പോണം വൈകിട്ട്. അഗർ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ പോകും. പോയിട്ട് നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് ഇങ്ങ് പോരാം. ഭക്ഷണമൊക്കെ ഉണ്ട്, പക്ഷെ ഭക്ഷണം കഴിക്കാൻ നോക്കാല്ലേ. നാളെ സ്കൂളുണ്ട്, അതുകൊണ്ട്. എന്താ ഇല്ല, നമുക്ക് പെട്ടെന്ന് വരാം. നമുക്ക് ഇതുണ്ട്, സർപ്പബലി ഉണ്ട്, നല്ലതാ കാണാനായിട്ട്. അത് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ഓ കൈ കഴുകും. എവിടായി കൈ കഴുകു പോയി. രാവിലെ തൊട്ടേ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാ. ഞങ്ങള് അമ്പലത്തിൽ പോവാ. അമ്പലത്തിൽ ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞില്ലേ എന്തോ പ്രോഗ്രാം അല്ല, എനിക്കറിയത്തില്ല എന്താ പ്രോഗ്രാം ആണെന്ന്. അതുകൊണ്ടാണ് ഞാൻ എന്തോ പ്രോഗ്രാം പറയാം. എനിക്ക് എന്തോ പ്രോഗ്രാം, അതുകൊണ്ടാണ് ഞാൻ എന്തോ പ്രോഗ്രാം പറയാം. ഓക്കെ. അപ്പൊ ഇന്ന് അമ്പലത്തില് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂജയുണ്ട്, എന്തോ പ്രോഗ്രാം ആയതുകൊണ്ട് എന്തോ പൂജയുമുണ്ട്. അതിന് പോവാ ഞങ്ങള്. എന്നാ കേറി സാറ്. ഞാറ്റിക്കാടാ ഞാറ്റിക്കാടാ സോറി. അതുകൊണ്ട് ഞാൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മിനിറ്റ് ഒന്ന് നിൽക്കണം. നോയമ്പ് നോക്കത്തില്ല ഇപ്പം. അമ്മ വീഡിയോ എടുക്കുന്നുണ്ട്. എടുത്തടാ.
ഞങ്ങളുടെ അയ്യപ്പ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ദിനത്തിനോടനുബന്ധിച്ച് 2 ദിവസത്തെ ഉത്സവമാണ്. അത് ഇന്നിപ്പോൾ രാത്രിയിൽ ഈ കാണുന്നത് സർപ്പബലിയുടെ കളം എഴുതിയിരിക്കുന്നതാണ്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. സർപ്പബലി മറ്റേ ഭഗവതി സേവയും വാസ്തുപൂജയും ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ സർപ്പബലി ആദ്യമായിട്ടാണ് കാണുന്നത്. നാട്ടിൽ നിന്ന് ഒരുപാട് പൂജാരിമാരൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട്, അതായത് 2 ദിവസത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ട്. എല്ലാ വർഷവും ഉള്ളതാണിത്. പക്ഷേ ഞാൻ ഈ സർപ്പബലി ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ധനുഷ് നിന്ന് അമ്പലം ഡെക്കറേറ്റ് ചെയ്യുക. മെറൂൺ കളർ ടീഷർട്ടൊക്കെ ഇട്ടിട്ടേക്കുന്നത് ധനുഷ്. അപ്പം ഇതിനെക്കുറിച്ച് പറയാം. നമ്മുടെ ഇവിടെ ഈ അമ്പലത്തിലല്ല, നമ്മുടെ ഈ സ്ഥലത്ത് ഒരുപാടും ഈ പാലക്കാട്, തൃശ്ശൂർ അങ്ങോട്ടൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് അവിടേക്കാണ് ഈ തെയ്യം, കോലം അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഒരുപാടുണ്ട്. നമ്മുടെ ഏരിയയിലോട്ടൊന്നും അതില്ല. നമ്മുടെ തിരുവനന്തപുരം അത് കണക്ക് നമ്മുടെ കൊല്ല ഏരിയയിലോട്ടൊന്നും അതൊന്നുമില്ല. ഈ കാണുന്നത് ഭഗവതി സേവയുടെ കളം വരച്ചതാണ്. പൂജ കഴിഞ്ഞു. ഇനി നമ്മളെല്ലാവരും കൂടെ ഈ സർപ്പബലി കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇതെല്ലാം ഞങ്ങളുടെ ഇവിടെയുള്ള മലയാളികളാണ്, അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു ഇത് കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഏരിയയിലോട്ടൊന്നും ഇങ്ങനെയൊന്നുമുള്ള പൂജകളൊന്നും വലുതായിട്ടില്ല. പക്ഷേ ഇപ്പം നാട്ടിൽ ഒരുപാടുണ്ട്. പക്ഷേ അന്നേരം എന്താ എനിക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്തൊന്നും നാട്ടിലൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഉത്സവ സമയത്ത് എഴുന്നള്ളത്തുണ്ടാവുമായിരുന്നു. പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു, പുള്ളുവൻ പാട്ടൊക്കെ ഉണ്ട് നമ്മുടെ അവിടെയും. അതൊക്കെ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള കളം വരച്ചിട്ട് ഇങ്ങനെയുള്ളതൊന്നും ഞാനധികം കണ്ടിട്ടില്ല. എന്തായാലും അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേന് ഇത് കാണാൻ പറ്റി. ഇനിയും ഭക്ഷണമുണ്ട്, പക്ഷേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊന്നും നിൽക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം ധനുഷിന് നാളെ സ്കൂളുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെ പോകുമ്പോഴത്തേനും ഒത്തിരി ഇരുട്ടും. അപ്പോൾ ഒത്തിരി ലേറ്റാവും നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേന്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേ അമ്പലത്തിൽ വന്നു. ദീപാരാധന കഴിഞ്ഞു, ഭഗവതി സേവ കഴിഞ്ഞു, പിന്നെ വാസ്തുപൂജ കഴിഞ്ഞു. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇത് സർപ്പബലിയും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ അത് ചെയ്യുന്നതാണ്.
വിശേഷങ്ങളൊക്കെയുള്ള ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞാനിങ്ങനെ നമ്മുടെ നാട്ടിൽ, അതായത് ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ. ഇഷ്ടമാവുന്നില്ല എന്നുണ്ടെങ്കിൽ അൺലൈക്കും തന്നേക്കോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം മറ്റൊരു വീഡിയോയുമായി. എല്ലാവർക്കും ബൈ ബൈ. എല്ലാവർക്കും നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടി ബൈ ബൈ.